ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. ഇതാ നമ്മൾ ഈ പാർലേജി ബിസ്ക്കറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും വലുത് വേണ്ട, നമുക്കൊരു 3-4 പാക്കറ്റ് എടുത്താൽ മതിയാവും. ഓക്കെ, നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു 4 പാക്കറ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പാർലേജി ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് ബിസ്ക്കറ്റിലും നമുക്ക് ഇതേപോലെ ഒരു സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിന് മുന്നേ ഒരു ഓറിയോൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ ബിസ്ക്കറ്റുകളെല്ലാം പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്രയും ഉണ്ടാവും. പൊട്ടിച്ച് 4 പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഏകദേശം ഇത്രയും ഉണ്ടാവും. കാണുമ്പോൾ തന്നെ കൊതിയാണോ അല്ലേ? ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഓക്കെ, പിന്നെ ബാക്കി ഞാനിതാ ഇവിടെ ജാറിലേക്ക് എല്ലാ ബിസ്ക്കറ്റും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടാണേ. ഓക്കെ, ഏകദേശം ഇത്രയും ആയിട്ടുണ്ട്. 2 ഘട്ടത്തിലായിട്ട് പൊടിച്ചെടുക്കുമെന്ന് വേണ്ട, ഒറ്റ പ്രാവശ്യം തന്നെ പൊടിച്ചെടുത്തത് ഇതേപോലെ തന്നെ നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് മതിയാവും, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് എണ്ണ തലവിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. ശരി, ഇത് മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അതിനകത്ത് മൈദാപ്പൊടിയില്ലേ, അതിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തൊന്നും ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതായാലും മതി. ഞാനിപ്പോൾ ബട്ടർ പേപ്പറിലൊന്നും അതെടുക്കുന്നു. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് പൊടി നമുക്ക് അതിനകത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്ത് കുറച്ചായിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ ഏകദേശം ഐഡിയ കിട്ടും. പക്ഷേ ഞാൻ അതിനകത്ത് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കുറച്ചായിട്ട് ആ ബാറ്റർ ഏകദേശം ഒരു നല്ല ലൂസാവുന്ന രീതിയിൽ, ഇത് ഇത്രയും കട്ടിയല്ല, കുറച്ചും കൂടി ഒന്ന് ലൂസാണ്. ഏകദേശം ഈ ലെവലായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി ഇടാൻ പോകണം. നമ്മുടെ 5 മിനിറ്റ് ബൂസ്റ്റില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിടുന്നുണ്ടേ. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെന്നില്ല. ഞാനിത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബൂസ്റ്റ് ചോക്ലേറ്റ് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് മതിയാവും. ഇനി അതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി, എൻ്റെ കയ്യിൽ മഞ്ഞ ടൂട്ടി ഫ്രൂട്ടിയാണ് ഉള്ളത്. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് മതിയാവും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ജെംസ് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, ചെറിയ 5 മിനിറ്റ് പാക്കറ്റ് ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ജെംസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ ബേക്കിംഗ് സോഡ ഒഴിവാക്കാൻ പാടില്ല. അതെന്തായിരുന്നാലും അത് പൊങ്ങി വരുള്ളൂ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതായിട്ട് കേക്ക് ടീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, മതി. ഇനി അത് നന്നായിട്ട് വേറെ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്തുള്ള ഇതൊക്കെ എല്ലാം പോകും. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് ഞാൻ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പാത്രമാണ്, കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രമാണ്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ടിന്നെടുത്തിട്ട് അതിനകത്തോട്ട് വയ്ക്കാം. ഓക്കെ, നിങ്ങൾ കറക്റ്റ് സെൻട്രലായിട്ട് വെക്കണേ. എന്നിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 40-45 മിനിറ്റ് വരെ മതിയാവും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതായത് സ്റ്റിക്ക് കൊണ്ട് ഞാൻ കുത്തി നോക്കിയായിരുന്നു, ഞാൻ ആ വീഡിയോ എടുത്തില്ല. നമ്മുടെ കേക്ക് ടീൻ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, കയ്യിൽ പൊള്ളാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇനി അതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം, ചൂടാറിയ ശേഷം. ഇനി മേലത്തുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, നമുക്കിനി അതിനൊന്ന് മറിച്ചിടാം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന പാർലേജി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്